السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിൻ നഷീദ് 2018 ജൂലൈ മാസം 20-ാം തീയതി നടത്തിയ ജുമാ ഖുതുബ, അതിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങളാണ് ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നത്. മരണത്തെ ഓർക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മുടെ ഇമാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അദ്ദേഹം തൻ്റെ പ്രസംഗം തുടങ്ങുന്നു: നമ്മുടെ എല്ലാവരുടെയും കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമാണ്, അതായത് നമ്മുടെ ഭൂമിയിലെ വാസം, യാത്ര പരിമിത കാലത്തേക്ക് മാത്രമുള്ളതാണെന്ന്. അടുത്ത സമയത്തോ അഥവാ അല്പം കഴിഞ്ഞ സമയത്തോ നാം എല്ലാവരും നമ്മുടെ സൃഷ്ടാവിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. എന്നിട്ട് നാം എല്ലാവരും അവൻ്റെ തിരുമുൻപിൽ ഹാജരാക്കപ്പെടുന്നതാണ്. അള്ളാഹുവിനെ അങ്ങേയറ്റം ഭയപ്പെടുന്നവർക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമാണുള്ളത്, അത് അവൻ്റെ അനുസരണയിൽ കഴിഞ്ഞുകൂടുക എന്നതാണ്. അള്ളാഹുവിനെ അനുസരിക്കുക അവരുടെ ജീവിതത്തിലുടനീളം. അള്ളാഹുവിനെ അനുസരിക്കാത്ത നിലയിൽ മരണപ്പെടാതിരിക്കുന്നതിനായി അവർ കഠിനാധ്വാനം ചെയ്യുന്നു. കാരണം പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഓരോ അടിമയും അവൻ മരണപ്പെടുമ്പോൾ ഏതവസ്ഥയിലാണോ അതേ അവസ്ഥയിലായിരിക്കും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്. ഇവിടെ അല്ലാഹു തആലയുടെ ദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാം മരണപ്പെടുമ്പോഴുള്ള നമ്മുടെ അവസ്ഥയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒന്നുകിൽ നാം ഒരു അവിശ്വാസിയായിരിക്കും, അല്ലെങ്കിൽ നാം ഒരു വിശ്വാസിയായിരിക്കും. അതുകൊണ്ട് ഓരോ വ്യക്തിയും എല്ലാ നിലയിലും അവൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ, യഥാർത്ഥമായ വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ, അതായത് ഇസ്ലാമിനെ മുറുകെ പിടിക്കുവാൻ ഈ വഴികൾ നിശ്ചയമായും അന്വേഷിക്കേണ്ടതാണ്. ഭൂമിയിൽ അവൻ്റെ ജീവിതം ഉള്ളിടത്തോളം കാലം അങ്ങനെ ആയാൽ അവൻ മരിക്കുന്ന സമയം അവൻ്റെ കുടുംബം തങ്ങളെ സ്നേഹിച്ചിരുന്നവൻ്റെ വേർപാടിൽ കരയുകയാണെങ്കിൽ പോലും മരിച്ച വ്യക്തി ഇപ്പോൾ മരണപ്പെട്ട തൻ്റെ സൃഷ്ടാവുമായി ചേർന്നതിൽ സന്തോഷഭരിതനായിരിക്കും. ഇതിനായി അവൻ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. അള്ളാഹുവിൻ്റെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും വാക്കിലുള്ള വിശ്വാസം. നമ്മെപ്പോലുള്ള ആളുകളുടെ വാക്കുകൾ വിശ്വസിക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നാളെ ഇന്ധനവില വർദ്ധിക്കുന്നതാണ് എന്ന് പറയപ്പെട്ടാൽ നാം ഇന്ന് തന്നെ ഗ്യാസ് സ്റ്റേഷനിലേക്ക് ഇന്ധനം നിറയ്ക്കുവാനായി ധൃതിപ്പെട്ടു പോകുന്നതാണ്.
വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായത്തിൽ അല്ലാഹു തആല പറയുന്നു, അല്ലാഹു അവനല്ലാതെ യാതൊരു ആരാധ്യനുമില്ല. പുനരുത്ഥാന നാളിലേക്ക് തീർച്ചയായും അവൻ നിങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകും. അതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹുവിനേക്കാൾ വാക്കിൽ സത്യസന്ധമായി മറ്റാരുണ്ട്? 4-ാം അധ്യായം 88-ാം വചനത്തിൽ അല്ലാഹു തആല പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അല്ലാഹു തആല നമ്മളെ മരിപ്പിക്കുമെന്നും പുനരുത്ഥാനമുണ്ടെന്നും അന്ന് നമ്മളെ ഒരുമിച്ച് കൂട്ടുമെന്നും അതിൽ യാതൊരു സംശയവുമില്ല എന്നൊരു അറിയിപ്പ് നേരത്തെ തന്നിരിക്കുക. നാളെ ഗ്യാസിന് വില കൂടുമെന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ ഗ്യാസ് നിറയ്ക്കാൻ വേണ്ടി നമ്മൾ ഓടും. എന്നാൽ അല്ലാഹു തആല മുൻകൂട്ടി അറിവ് തന്നിരിക്കുന്നു, ദാ ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യം. പക്ഷേ നമുക്ക് യാതൊരു കുരുക്കവുമില്ല. ഈ വചനത്തിൽ നിന്നും അല്ലാഹുവും അവൻ്റെ ദൂതനും പ്രവചനം ചെയ്തിട്ടുള്ളതെല്ലാം സംഭവിക്കുക തന്നെ ചെയ്യുന്നതാണ് എന്നത് വ്യക്തമാണ്. ആയതിനാൽ താഴെ വരുന്ന വാക്കുകളെ ഉറപ്പിച്ചുകൊള്ളുക. നിശ്ചയമായും മനുഷ്യൻ തനിക്കെതിരിലുള്ള വ്യക്തമായ സാക്ഷിയാണ്. ഞാൻ നീ പറഞ്ഞതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതിന് അവൻ തന്നെയാണ് അവൻ്റെ സാക്ഷി. അവൻ തൻ്റെ ഒഴിവ് കഴിവുകൾ എത്ര തന്നെ ബോധിപ്പിച്ചാലും ശരി. 75-ാം അധ്യായം 15-16 വചനത്തിൽ പറയുന്നു. അപ്പം നമ്മൾ ചെയ്തിട്ടില്ല ഈ കാര്യം അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ സമ്മതിക്കേണ്ടി വരും. അപ്പോൾ ആ ദിനത്തെ നമ്മൾ അഭിമുഖീകരിച്ചെങ്കിലേ സാധിക്കും. അപ്പോൾ ഇത്രയും വ്യക്തമായ നിലയിൽ പറഞ്ഞിട്ട് നമുക്ക് ബന്ധസ്വന്തങ്ങളിലുള്ള ആളുകളൊക്കെ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഇത്തരത്തിലുള്ള ഒരു ദിനത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ദൈനംദിന ജീവിതം അല്ലാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും കൽപ്പനകൾക്കനുസരിച്ച് വേണം എന്ന് പറയുവാനുള്ള ആർജവം പോലും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇത്തരത്തിലുള്ള നിഷേധികളായ ആളുകളോടൊപ്പം ചേർന്ന് സൗഹൃദവും സന്തോഷവും പങ്കുവെക്കുന്നതിന് നമുക്ക് ശേഷം ഒരു അറപ്പും ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ എന്ത് ഈമാനാണ് നമുക്ക് ഉള്ളത്? അവരോട് വളരെ വ്യക്തമായ താക്കീത് ഈ കാര്യത്തിൽ ചെയ്യേണ്ടത് തന്നെയാണ്. അന്ന് നാം അവരുടെ വായകൾക്ക് മുദ്ര വയ്ക്കും. ഇപ്പം ഇവിടെ വെച്ച് പല രീതിയിലും അഭ്യാസങ്ങൾ പറഞ്ഞ് തകർത്ത് അടിച്ച് തിരിച്ചൊക്കെ വെക്കും. അന്ന് സംഭവിക്കാൻ പോകുന്നു 36-ാം അധ്യായം 66-ാം വചനത്തിൽ അല്ലാഹു തആല പറയാം, അന്ന് നാം അവരുടെ വായകൾക്ക് മുദ്ര വയ്ക്കും. അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും. അവർ സമ്പാദിച്ചു കൊണ്ടിരുന്നതിന് അവരുടെ കാലുകൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്യും. അപ്പോൾ വല്ലവനും ഒരണു അളവ് നന്മ ചെയ്യുന്നതായാൽ അതവൻ കാണും. വല്ലവനും ഒരണു അളവ് തിന്മ ചെയ്യുന്നതായാൽ അതും അവൻ കാണും. ഖുർആനെ നിങ്ങൾ അവഗണിക്കരുത്. നിങ്ങൾ ഇതിനെ കൈയൊഴിഞ്ഞാൽ നിങ്ങൾ വിളയിക്കുന്നത് ദുഃഖം മാത്രമായിരിക്കും. കാരണം ഖുർആനിൽ നമ്മുടെ രോഗശമനം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഖുർആനെ പറ്റി അല്ലാഹു തആല പറയുന്നു, നമ്മുടെ എല്ലാ വിധത്തിലുള്ള രോഗങ്ങളും, അത് ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, ബൗദ്ധികമാകട്ടെ, ഏത് രീതിയിലുള്ള രോഗത്തിനുമുള്ള ശമനം വിശുദ്ധ ഖുർആൻ. നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുക, അവൻ്റെ മുമ്പിൽ വയ്ക്കുക. തീർച്ചയായിട്ടും അല്ലാഹു തആല പറയുന്നു, വിശുദ്ധ ഖുർആനെ പറ്റി അല്ലാഹു തആല പറയുന്നു, വിശ്വാസികൾക്ക് ശമനൌഷധവും കാരുണ്യവുമായിട്ടാണ് ഖുർആനെ നാം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അക്രമികൾക്ക് അത് നഷ്ടം മാത്രമേ വർദ്ധിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ അല്ലാഹു തആല വിശ്വാസികൾക്ക് അനുഗ്രഹമായിട്ടും അതുപോലെ കാരുണ്യമായിട്ടും ശമനൌഷധമായിട്ടും, അപ്പോൾ അവൻ്റെ എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങൾക്കും ഔഷധമായിട്ടാണ് വിശുദ്ധ ഖുർആൻ. ഇതിൽ പറയുന്ന കൽപ്പനകൾ അനുസരിച്ച് നിങ്ങളൊന്ന് പ്രവർത്തിച്ച് നോക്ക്, നിങ്ങൾക്കതിന് സാധിക്കുമോ ഇല്ലയോ? പലപ്പോഴും നമുക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അത് നമുക്ക് മാത്രമല്ല, പണ്ട് പ്രവാചകന്മാർക്ക് വരെ അത് സാധിക്കാതെ പോയിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, എൻ്റെ ഒരു ശിഷ്യൻ, ഒരു അബ്ദ് ഇന്ന സ്ഥലത്തുണ്ട്, നീ അവിടെ പോയ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് പോയി ശിക്ഷണം പഠിക്കുക എന്ന്. അപ്പോൾ ഇതൊക്കെ ആരുടെയും മുകളിലൊന്നുമല്ല. അവരവർ വേണമെങ്കിൽ അവരവരുടെ ജീവിതം നന്നാക്കിക്കൊള്ളുക. നാം ഖുർആന് പിന്തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അല്ലാഹു തആല നമ്മോട് പറയുന്നു, ഏതൊരാൾ എൻ്റെ ഉത്ബോധനത്തിൽ നിന്ന് മുഖം തിരിച്ചു കളയുന്നുവോ തീർച്ചയായും അവന് ഇടുങ്ങിയ ജീവിതമാണ് ഉണ്ടാവുക. നാം അവനെ പുനരുത്ഥാന നാളിൽ
അന്ധനായി എഴുന്നേൽപ്പിക്കുന്നതാണ്. കണ്ണ് കാണാൻ വയ്യാത്തവനായിട്ട് എഴുന്നേൽപ്പിക്കും. അവനൊരു ഇടുങ്ങിയ ജീവിതമായിരിക്കും ഈ ഭൂമുഖത്ത് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് തോന്നും അവരൊക്കെ അങ്ങ് വളരെ വിശാലമായ നിലയിൽ എന്തൊക്കെയോ ആയിരിക്കുകയാണ്, എല്ലാ നിലയിലുള്ള ഇതും ഉണ്ടാകുന്നത്. പക്ഷേ ഇന്ന് എന്തിനേറെ ലോകത്തിലുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ, നിരപരാധികളായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും യുവാക്കളെയും പിഞ്ചുമക്കളെയും കൊന്നൊടുക്കുന്ന നിഷ്ഠൂരന്മാരായ ഭരണകർത്താക്കൾ ഇന്ന് ബങ്കറിനകത്ത് കഴിഞ്ഞുകൂടുകയാണ്. അവന് പുറത്തിറങ്ങി നടക്കാനൊക്കാത്ത നിലയിൽ ആ ഗർത്തങ്ങൾക്കകത്ത് ഇരിക്കുകയാണ്. അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടത്തിക്കൂട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ദുഷ്ടന്മാരെ കൊണ്ട് നിറഞ്ഞു പോയ ഈ ലോകത്ത് നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നതിന് നാം തയ്യാറാകുകയാണെങ്കിൽ മുൻകാലങ്ങളിൽ വന്ന പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ വന്ന ഫറോവമാർക്ക് എങ്ങനെയാണോ അന്ത്യമുണ്ടായത്, അതുപോലെയുള്ള അന്ത്യം അവർക്ക് തീർച്ചയായിട്ടും വരും. നമ്മൾ ഏതെല്ലാം രീതിയിലുള്ള പടക്കോപ്പുകൾ ഉണ്ടാക്കി വെച്ചിരുന്നാലും അതിനെല്ലാം അപ്പുറത്ത് അള്ളാഹുവിൻ്റെ തഖ്ദീർ പുലരുകയാണെങ്കിൽ അത് അഗ്നിയായും ജലമായും കൊടുങ്കാറ്റായും ലോകത്ത് സർവനാശം വിതയ്ക്കുവാനും ഒരാൾ പോലും ആ പ്രദേശങ്ങളിൽ കഴിഞ്ഞിരുന്നില്ല എന്ന നിലയിലേക്ക് ഭൂകമ്പത്താലും ജലപ്രളയത്താലും ഇവിടം മുഴുവൻ നശിപ്പിക്കുവാൻ കഴിവുള്ള ആ മഹാശക്തി ഈ ഭൂമുഖത്ത് നിലനിൽക്കുന്നു, സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന സത്യവും നാം അറിയേണ്ടതാണ്. നമ്മുടെ ദുഃഖം അകറ്റാനായിട്ടാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നാം അറിയണം. അല്ലാഹു തആല അതേ സൂറത്തിൽ തന്നെ പറയുന്നു, നാം നിനക്ക് ഈ ഖുർആൻ ഇറക്കി തന്നത് നീ കഷ്ടപ്പെടുവാൻ വേണ്ടിയല്ല, നിനക്ക് സമാധാനവും ശാന്തിയും ഐശ്വര്യവും നന്മയും നൽകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഖുർആൻ നിനക്ക് കാരുണ്യമായി ഇറക്കി തന്നിരിക്കുന്നത്. നാം ഈ താൽക്കാലിക ലോകം വിടുന്നതിന് മുൻപ് പ്രവാചകന്മാരുടെ കഥകൾ പഠിച്ചിരിക്കണം. അല്ലാഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, ദൈവദൂതന്മാരുടെ വൃത്താന്തങ്ങളിൽ നിന്ന് നിന്റെ ഹൃദയത്തിന് സ്ഥൈര്യം നൽകുന്നതെല്ലാം നാം നിനക്ക് വിവരിച്ചു തരുന്നു. വിശ്വാസികൾക്ക് ഒരു ഉപദേശവും അനുസ്മരണവും ഇതിലുണ്ട്. മുൻകഴിഞ്ഞു പോയ ദൂതന്മാരുടെ ചരിത്ര സംഭവ കഥകൾ നിനക്ക് അവതരിപ്പിച്ചു തരുന്നത് നിനക്ക് സ്ഥൈര്യമുണ്ടാകുന്നതിന് വേണ്ടിയാണ്. എത്ര വലിയ കെങ്കന്മാരായാലും ശരി, അള്ളാഹുവിനെ അവൻ്റെ ദൂതനും എതിരായിട്ട് നിൽക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം ഇവിടെ അങ്കലാപ്പിലായിത്തീരുന്നതാണ്, വളരെ നാശകൃത്യത്തിൽ എത്തിച്ചേരുന്നതാണ്. ആ സംഭവ കഥകളാണ് നിനക്ക് വിവരിച്ചു തരുന്നത്. ഈ കഥകളെല്ലാം സത്യത്തിൽ നാം ചിന്തിക്കാൻ വേണ്ടിയുള്ള പാഠങ്ങളാണ്. ഉദാഹരണത്തിന് മൂസ അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ട സമുദ്രം, അല്ലെങ്കിൽ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ നടത്തിയ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല നൽകിയ മറുപടി, അല്ലെങ്കിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ വാക്കുകളെ നാം എങ്ങനെയാണ് മറക്കുക? അദ്ദേഹത്തെ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയുവാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അല്ലാഹു മതിയായവനാണ്. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ, ഇവയൊക്കെയാണ് നാം ജീവിത മാതൃകയായി സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും ഈ പ്രവാചകന്മാരെല്ലാം മൂസാ നബി അലൈഹിസ്സലാമും യൂനുസ് നബി അലൈഹിസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും തങ്ങൾ അകപ്പെട്ട ഏറ്റവും വലിയ കഠിനമായ അഗ്നി പരീക്ഷണ സന്ദർഭത്തിൽ അള്ളാഹുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലങ്ങൾ എന്തായിരുന്നു എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ആ സംഭവങ്ങളൊക്കെ നാം ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വിവരിച്ചു തരുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫലപ്രദവും മഹത്വപൂർണമായ ഒരു ആയുധം പ്രാർത്ഥനയാകും. എന്നാൽ പ്രസ്തുത പ്രാർത്ഥനയെ അവർ അവഗണിക്കുന്നു. എന്നാൽ അല്ലാഹു തആല നേരിട്ടും അവൻ്റെ പ്രവാചകന്മാരിലൂടെയും അവനോട് അർത്ഥിക്കുവാനുള്ള നല്ല പ്രാർത്ഥന പഠിപ്പിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നു, ഞങ്ങളുടെ നാഥ, നീ ഞങ്ങളെ നേർവഴിയിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ തെറ്റിച്ചു കളയരുതേ. നീ ഞങ്ങൾക്ക് നിൻ്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം പ്രദാനം ചെയ്യണമേ. നിശ്ചയമായും നീ തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹദാതാവ്. അപ്പോൾ അല്ലാഹു തആല നമ്മെ പ്രവാചകന്മാരെ, അവരെ വിശ്വസിച്ച വിശ്വാസികളെ ഒരു പ്രത്യേക വിഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അവർക്കൊരു വഴി അല്ലാഹു തആല തുറന്നു വച്ചിരിക്കുന്നു.
ആ വഴിയിലൂടെ മാത്രമാണ് അവർ സഞ്ചരിക്കുന്നത്. അവർ മിക്സിംഗ് ആയ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്നവരല്ല. അവർ തിരഞ്ഞെടുത്ത ഒരു വഴി അള്ളാഹുവിൻ്റെ വഴിയാണ്. അള്ളാഹുവിൻ്റെ വഴിയിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നതും അവർ വിജയിക്കുന്നതും അള്ളാഹുവിങ്കിൽ നിന്നുള്ള സഹായം അവർക്ക് ലഭ്യമാകുന്നു. നമ്മുടെ ഈ ദൂതൻ തൻ്റെ നാഥനിൽ നിന്ന് അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്നു. സത്യവിശ്വാസികളും വിശ്വസിക്കുന്നു. ഈ ഗ്രന്ഥം അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിച്ചതാണ്. അതിൽ ആ ദൂതൻ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നു. അതുപോലെ സത്യവിശ്വാസികളും അത് പരിപൂർണമായി വിശ്വസിക്കുന്നു. അവരെല്ലാവരും അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും അവൻ്റെ വേദങ്ങളിലും അവൻ്റെ ദൂതന്മാരിലും വിശ്വസിക്കുന്നു. അള്ളാഹുവിൻ്റെ ദൂതന്മാരിൽ ആർക്കിടയിലും ഞങ്ങൾ വ്യത്യാസം കൽപ്പിക്കുന്നില്ല എന്നവർ പറയുന്നു. ഞങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നും അവർ പറയുന്നു. ഞങ്ങളുടെ നാഥ, നിന്നിൽ നിന്നുള്ള പാപപ്രതിക്കായി ഞങ്ങൾ അർത്ഥിക്കുന്നു. നിങ്കലേക്ക് തന്നെയാണ് ഞങ്ങളുടെ മടക്കം എന്നവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 2-ാം അധ്യായം 286-ാം വചനം. നമ്മുടെ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ഇതാ: അല്ലയോ ഹൃദയങ്ങളെ തിരിക്കുന്നവനെ, നിൻ്റെ ദീനിൽ എൻ്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്തി നിർത്തണമേ. ഹൃദയങ്ങളെ തിരിക്കുവാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. അള്ളാഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു, ഹൃദയങ്ങളെ തിരിക്കുവാൻ കഴിവുള്ളവനെ, നീ എൻ്റെ ഹൃദയത്തെ തിരിച്ച് നിൻ്റെ ദീനിൽ ശക്തിപ്പെടുത്തി ഉറപ്പിച്ച് നിർത്തണമേ, അതിന് യാതൊരു ചലനവും വരുത്താതെ. അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് ക്ഷമ അനിവാര്യമാണ് എന്ന സത്യം നാം അറിയണം. നമ്മുടെ ജീവിതത്തിലെ ഉറപ്പായതും എന്നാൽ ഏറ്റവും വലിയ പരീക്ഷണവുമായ ഒരവസ്ഥയെപ്പറ്റി അല്ലാഹു തആല നമ്മോട് സംസാരിക്കുന്നത് സംബന്ധമായി നാം ഗഹനമായി ചിന്തിക്കേണ്ടതാണ്. അത് സക്കറാത്താകുന്നു. പരലോക ജീവിതത്തിനായി നമ്മുടെ ഭൗതിക ശരീരത്തിൽ നിന്നും നമ്മുടെ ആത്മാവ് എന്നേക്കുമായി വിട പറയുന്ന സമയം, നമ്മുടെ പ്രിയപ്പെട്ടവർ നിസ്സഹായരായി തീരുന്ന ദിനം, അവരുടെ സ്നേഹഭാജനത്തിൻ്റെ മരണത്തിനെതിരിൽ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ. എന്നാൽ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറയുന്നത് എന്തെന്ന് നമുക്ക് നോക്കാം. ഞങ്ങളുടെ നാഥൻ അല്ലാഹുവാണെന്ന് പറയുകയും എന്നിട്ട് സ്ഥിരചിത്തരായി നിലകൊള്ളുകയും ചെയ്തവരാരോ അവരുടെ അടുക്കൽ മലക്കുകൾ ഇറങ്ങും. ആ മലക്കുകൾ പറയും, നിങ്ങൾ ഭയപ്പെടേണ്ട, വ്യസനിക്കുകയും വേണ്ട. നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന സ്വർഗം ലഭിച്ചതിൽ സന്തുഷ്ടരാകുക. ഐഹിക ജീവിതത്തിലും പരലോകത്തും ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാണ്. നിങ്ങളുടെ മനസ്സാഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് അവിടെ സ്വർഗത്തിൽ ലഭിക്കും. നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം നിങ്ങൾക്ക് അവിടെ ഉണ്ടാകും. വളരെയധികം പൊറുക്കുന്നവനും കരുണാമയനുമായ അള്ളാഹുവിൽ നിന്നുള്ള സ്വാഗത സമ്മാനം. അപ്പോൾ അല്ലാഹു തആല മരണപ്പെടുന്ന ഒരു മനുഷ്യന്, ഒരാത്മാവിന് മലായിക്കത്തുകളെ ഇറക്കി അവന് ആശ്വാസം പകർന്നുകൊണ്ടാണ് ആ ആത്മാവിനെ സ്വീകരിച്ച് കൊണ്ടുപോകുന്നത്. ആ നിലവാരത്തിലേക്ക് നമുക്ക് മാറുവാൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന വഴികളനുസരിച്ച് നമ്മുടെ 24 മണിക്കൂർ സമയവും ഓരോ ദിവസവും നമ്മൾ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി, അവൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കുന്നതിനും നിർവഹിക്കുന്നതിനും അവൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനും വേണ്ടി പ്രവർത്തന നിരതരാകേണ്ടതാണ്. അത് ഭൗതികമായ ഭക്ഷണത്തിനും നമ്മുടെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നതും ഇബാദത്താണ്. അവൻ്റെ മുമ്പിൽ ആ ജോലികളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവന് ഇബാദത്ത് ചെയ്യുമ്പോൾ അതും ഇബാദത്ത് തന്നെയാണ്. അങ്ങനെ അവൻ്റെ ജീവിതം മുഴുവൻ ആരാധനയായി മാറുന്ന ഒരവസ്ഥാവിശേഷം അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു തആല അറിയിച്ചു കൊടുത്തതനുസരിച്ച് എൻ്റെ ജീവിതവും എൻ്റെ മരണവും എൻ്റെ ആരാധനയും എൻ്റെ കീർത്തനങ്ങളും എല്ലാം സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു. ആ നിലയിൽ നമ്മുടെ ജീവിതം മാറേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഏവരെയും അപ്രകാരമുള്ള സത്യവിശ്വാസികളും സത്യഭക്തന്മാരും സത്യഭക്തകളും ആക്കി തീർക്കട്ടെ. അല്ലാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് സകലതും സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ തൃപ്തിക്കായി മാത്രം നമുക്ക് ജീവിക്കാം, പ്രവർത്തിക്കാം. അല്ലാഹു തആല എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജസാക്കുമുല്ലാഹ് ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.